499 രാവ്. ദുനിയാസാദ് പറഞ്ഞു, അല്ലയോ എൻ്റെ സഹോദരി, നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ നല്ലൊരു കഥ പറഞ്ഞു തരാമോ? എങ്കിൽ രാത്രി സമയം രസമായി ചിലവഴിക്കാമായിരുന്നു. ഷഹരാസാദ് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ. ആ വൃദ്ധൻ വീണ്ടും രാജകുമാരൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഓ സൈൻ അൽ അസ്നാം, എൻ്റെ കൽപ്പന നീ അനുസരിച്ചിരിക്കുന്നു. നീ ഒരു സാഹസികനാണോ ഭീരുവാണോ എന്ന് ഞാനൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. നീ എൻ്റെ വാക്കുകൾ സ്വീകരിക്കുകയും എൻ്റെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതിനാൽ നീ ധീരനാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നീ നേരെ സ്വന്തം തലസ്ഥാനത്തേക്ക് മടങ്ങുക. നിന്നെ അതിസമ്പന്നനായ ഒരു ഭരണാധിപനായി ഞാൻ മാറ്റും. നിന്നെപ്പോലെ നിനക്ക് മുമ്പോ നിനക്ക് ശേഷമോ ഒരു ഭരണാധിപൻ ഉണ്ടാകില്ല. ഉടനെ സൈൻ അൽ അസ്നാം ഉറക്കമുണർന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ബിസ്മില്ല, ഞാൻ കൊയ്റോവിൽ എത്തുന്നതുവരെ സത്യത്തിൽ എന്തിനാണ് ഈ വൃദ്ധൻ എന്നെ ഇങ്ങനെ ക്ലേശിപ്പിച്ചത്? ഞാൻ അയാളിൽ ശരിക്കും വിശ്വാസമർപ്പിച്ചു. അയാൾ ഒരു പ്രവാചകനോ ദൈവദൂതനോ ആണെന്ന് കരുതി. അല്ലാഹ്, ഞാൻ എൻ്റെ സ്വപ്നത്തെക്കുറിച്ച് അമ്മയോടല്ലാതെ മറ്റാരോടും പറയാതിരുന്നത് എത്ര നന്നായി. ഞാൻ യാത്ര പുറപ്പെട്ടത് രഹസ്യമാക്കി വെച്ചതും നന്നായി. ഈ വൃദ്ധനിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇയാൾ ദൈവത്തിൻ്റെ ആളല്ലെന്ന്. അതുകൊണ്ട് അല്ലാഹ്, ഞാൻ ഈ വൃദ്ധനിലുള്ള എല്ലാ വിശ്വാസവും അയാളുടെ പ്രവൃത്തികളും നിരാകരിക്കുകയാണ്. ഈ ദൃഢനിശ്ചയത്തോടെ രാജകുമാരൻ അന്ന് രാത്രി പള്ളിയിൽ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് കുതിരപ്പുറത്തേറി ഏതാനും ദിവസത്തെ ദുരിതപൂർണമായ യാത്രയ്ക്ക് ശേഷം സ്വന്തം തലസ്ഥാന നഗരിയിലെത്തി. രാത്രിയിലാണ് അവൻ എത്തിയത്. ഉടനെ അമ്മയുടെ അടുക്കലേക്ക് ചെന്നു. അവർ മോനോട് ചോദിച്ചു, ആ വൃദ്ധൻ വാഗ്ദാനം ചെയ്ത രീതിയിൽ നീ എല്ലാം നേടിയോ? തൻ്റെ വീരസാഹസ കഥ മുഴുവൻ അവൻ അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചു. അവർ മകനെ സമാധാനിപ്പിച്ചു. ദുഃഖിക്കേണ്ട എൻ്റെ മോനെ, സർവ്വശക്തനായ അല്ലാഹ് കനിഞ്ഞാൽ വലിയ അധ്വാനവും കഷ്ടപ്പാടും കൂടാതെ നിനക്കത് നേടാനാകും. എന്നാൽ നിന്നെ വിവേകശാലി ബുദ്ധിമാനുമായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മോനെ, നിന്നെ ദാരിദ്ര്യത്തിലേക്ക് നയിച്ച പദ്ധതികളെല്ലാം നീ ഉപേക്ഷിക്കുക. അനുഭവ സമ്പത്തില്ലാത്തവർക്കും കുത്തൊഴിഞ്ഞ ജീവിതം നയിക്കുന്ന സ്ത്രീ പുരുഷന്മാരുമായുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കുക. ഒന്നിനും കൊള്ളാത്ത താഴേക്കിടയിലുള്ളവരുടെ മക്കൾക്ക് യോജിച്ചതാണ് അത്തരം ജീവിതം. രാജാക്കന്മാർക്കോ പ്രഭുകുമാരന്മാർക്കോ യോജിച്ചതല്ല. അപ്പോൾ തന്നെ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ കാത്തു സൂക്ഷിക്കുമെന്ന് അവൻ ശപഥം ചെയ്തു. ഒരിക്കലും അവരുടെ ആജ്ഞയ്ക്കെതിരായും നിൽക്കില്ല. തലനാരിഴയ്ക്കു പോലും വ്യതിചലിക്കില്ല. അമ്മ വിലക്കിയതെല്ലാം ഉപേക്ഷിക്കും. ചിന്ത മുഴുവൻ സത്ഭരണത്തിലായിരിക്കും. പിന്നെ അവൻ ഉറങ്ങാൻ കിടന്നു. ഉറക്കത്തിൽ 3-ാം തവണയും ആ വൃദ്ധൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, സൈൻ അൽ അസ്നാം, ഓ വീരശൂര പരാക്രമിയായ രാജകുമാര, മയക്കത്തിൽ നിന്ന് നീ സടകുടഞ്ഞ് എഴുന്നേറ്റ് ഇതേ ദിവസം തന്നെ ഞാൻ നിന്നോട് ചെയ്ത പ്രതിജ്ഞ നിറവേറ്റും. അതുകൊണ്ട് ഒരു പിക്കാസ് എടുത്ത് നിന്റെ അച്ഛൻ്റെ ഇന്നാ കൊട്ടാരത്തിലേക്ക് വേഗം ചെല്ലുക. ഇന്നാ സ്ഥലം കുത്തിപ്പൊളിച്ച് ഉൾഭാഗം നന്നായി പരിശോധിക്കുക. അവിടെ നിന്ന് വൻ സമ്പന്നനാകാനുള്ള വസ്തുക്കൾ നിനക്ക് ലഭിക്കും. രാജകുമാരൻ എഴുന്നേറ്റ് ഉടനെ ഭയങ്കര സന്തോഷത്തോടെ അമ്മയുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് ഈ കഥ പറഞ്ഞു. എന്നാൽ അവർ വീണ്ടും അവനെ പരിഹസിക്കുകയാണുണ്ടായത്. എൻ്റെ മോനെ, തീർച്ചയായും ഈ വൃദ്ധൻ നിന്നെ കളിപ്പിക്കുകയാണ്, മറ്റൊന്നുമല്ല. അതുകൊണ്ട് അയാളെ ഒഴിവാക്കൂ. എൻ്റെ അമ്മയെ, സത്യമായും ഈ വൃദ്ധൻ ദൈവജ്ഞനാണ്, നുണയനല്ല. ആദ്യത്തെ പ്രാവശ്യം അദ്ദേഹം എന്നെ പരീക്ഷിക്കുകയായിരുന്നു. ഇപ്പോൾ തൻ്റെ വാഗ്ദാനം അദ്ദേഹം നിറവേറ്റുവാൻ പോകുകയാണ്. എന്തായാലും ജോലി അത്ര ക്ലേശകരമൊന്നുമല്ലല്ലോ. നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. അയാൾ കൽപ്പിച്ചതുപോലെ ശ്രമിച്ചു നോക്കൂ. ഇൻഷാ അല്ലാഹ് സസന്തോഷം തിരിച്ചു വരൂ. എന്നാലും നീ മടങ്ങി വന്ന് എന്നോട് ഇപ്രകാരം പറയുമോ എന്നെനിക്ക് പേടിയുണ്ട്. നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എൻ്റെ അമ്മേ. എന്തായാലും സൈൻ അൽ അസ്നാം ഒരു പിക്കാസ് എടുത്ത് കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗത്തെത്തി. അച്ഛൻ്റെ ശവകുടീരത്തിനരികിൽ വൃദ്ധൻ സൂചിപ്പിച്ചതുപോലെ കുഴിക്കാൻ തുടങ്ങി. അധികം കുഴിക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും അവിടെ വട്ടത്തിലുള്ള ഒരു മാർബിൾ സ്ലാബ് പതിഞ്ഞു കിടക്കുന്നത് കാണാൻ കഴിഞ്ഞു. അത് എടുത്തു മാറ്റിയപ്പോൾ ഭൂഗർഭത്തിലേക്ക് പോകുന്ന പടവുകൾ കണ്ടു. അതിലൂടെ അവൻ ഇറങ്ങിച്ചെന്നു. ഒരു വലിയ ഹാളിൽ അവൻ ചെന്നെത്തി. നിറയെ മാർബിൾ തൂണുകളാണ് അതിലുള്ളത്. ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോൾ ഗുഹ പോലുള്ള ഒരു അറ കണ്ടു. അവൻ അതിലേക്ക് അമ്പരപ്പോടെ നോക്കി. അതിനുള്ളിൽ പച്ച നിറത്തിലുള്ള 8 പാത്രങ്ങൾ ഇരിക്കുന്നു. അവൻ മനസ്സിൽ പറഞ്ഞു, ഈ പാത്രങ്ങൾ എന്തായിരിക്കും? എന്താണ് ഇവകളിൽ നിറച്ചു വെച്ചിരിക്കുന്നത്? അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹരാസാദ് മനസ്സിലാക്കി.